ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്. കാരണം പാർലമെന്റിൽ ഏറ്റവും സമർത്ഥമായി പ്രവർത്തിച്ച സഖാവ് എ.എം. ആരിഫ്, കേരളത്തിൽ നിന്നുള്ള മറ്റ് എംപിമാരൊന്നും അധികം NIA ഏറ്റവും സ്വേച്ഛാധിപത്യപരമായൊരു നിയമം ഭേദഗതി കൊണ്ടുവന്നു. അതിനെതിരായി എതിർത്ത് കേരളത്തിൽ നിന്നുള്ള വോട്ട് രേഖപ്പെടുത്തിയ ഒരു MP സഖാവ് ആരിഫാണ്. അത് പല പത്രങ്ങളും ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അമിത്ഷാ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു, ഇതിനെ എതിർക്കാൻ അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ കാണണം. കാര്യം ഭീകരവാദത്തെ കൈകാര്യം ചെയ്യാനെന്നുള്ള പേരിലാണ് ഇത് കൊണ്ടുവന്നത്. പറഞ്ഞാൽ ഇത് എതിർത്താൽ അവർ ഭീകരവാദികളുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് ആരിഫ് ആലപ്പുഴയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചില നേട്ടങ്ങൾ അങ്ങനെ മത്സരിക്കാമെന്നാവണം. ഇനി കെ.സി. വേണുഗോപാൽ ജയിക്കും ആലപ്പുഴയിൽ എന്നാണ് കണക്കൂട്ടുന്നതെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടത്? രാജ്യസഭ രാജിവെക്കേണ്ടത്. ജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജയിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ രാജ്യസഭാംഗമായിട്ട് തുടരുകയാണ്, ഞാൻ ലോകസഭാംഗത്വം രാജിവെക്കുകയാണ് എന്ന് പറയാനിടയില്ലല്ലോ. അപ്പൊ രാജിവെച്ചാൽ രാജസ്ഥാനിൽ BJPക്ക് കൃത്യമായ ഭൂരിപക്ഷം, അവരുടെ ഗവൺമെന്റാണുള്ളത്. ഒരു സീറ്റിലേക്ക്, രാജ്യസഭയിലെ ഒരു സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ BJPയുടെ അംഗമാണ് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോവുക. രാജ്യസഭയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയൊക്കെ ആയിട്ടും NDAയുമായി ചേർന്നാൽ പോലും BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. BJPയുടെയും NDAയുടെയും മാത്രം വോട്ടുകൾ കൊണ്ട് ജനവിരുദ്ധ നിയമങ്ങൾ, കരിനിയമങ്ങൾ രാജ്യസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കാൻ അവർ കഴിയില്ല. അപ്പൊ അവിടെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർ ഓരോ സീറ്റും പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കെ.സി. വേണുഗോപാൽ, എന്തെങ്കിലും ഡീലാണോ? ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഈ തീരുമാനം? പക്ഷെ ആലപ്പുഴയിലെ മതേതര ബോധമുള്ള വോട്ടർമാർ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സഖാവ് എ.എം. ആരിഫിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയവുമില്ല. അപ്പൊ രാഷ്ട്രീയമായ കാരണങ്ങളാൽ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കണം? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സാമ്പത്തികമായി കഴുത്തുഞെരിക്കുന്ന നയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പിന്തുടരുമ്പോൾ അതിനെതിരെ ഒരക്ഷരം സംസാരിക്കാത്തവരാണ് കേരളത്തിൽ UDF അംഗങ്ങൾ. അതിനെതിരെ സംസാരിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിന്റെ ആവശ്യം മറന്നുപോയ ഈ UDF അംഗങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിപ്പിക്കണം എന്ന് രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും എന്നെനിക്കറിയാം. ഇനി ഒരു നിമിഷം ഒന്ന് സങ്കല്പിക്കുക, ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയ കാരണങ്ങളൊന്നുമില്ല LDFനെ ജയിപ്പിക്കാൻ എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. ഉണ്ട് കേട്ടോ, ഉണ്ടെന്നാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അഥവാ ഇല്ലായിരുന്നു എങ്കിൽ ഇവിടെ മത്സരിക്കുന്ന സഖാവ് TM തോമസ് ഐസക്കിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? LDFന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആരാണ്? കരുത്തനായ ഉത്തമനായ പൊതുപ്രവർത്തകൻ, വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മഹാരാജാസ് കോളേജ് പ്രതിലോമ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പിടിയിൽ നിന്നും പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്വാധീന മേഖലയാക്കി മാറ്റുന്നതിന്, ഞാനന്ന് എസ് എൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ്, ഐസക്കും S രമേശനും NK വാസുദേവനും CP ജീവനും ഒക്കെ അടങ്ങുന്ന ഓരോരുത്തരുടെയും പേര് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റി കോളേജിലും മഹാരാജാസിലും വിക്ടോറിയ കോളേജിലും ബ്രണ്ണൻ കോളേജിലും പഠിക്കുന്നു. അവിടെ വെച്ച് സഖാവ് ഐസക്കിനെ കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്, അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രതിലോമകാരികളുടെ ശാരീരികമായ വകവരുത്താനുള്ള നീക്കങ്ങളെ കൂട്ടായ്മയിലൂടെ മറികടന്നുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായി ധീരോജ്വലമായ പോരാട്ടങ്ങൾ നയിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന പാഠങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത സഖാവ് തോമസ് ഐസക്ക് കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് മാതൃകയായ അന്യാദൃശ്യമായ വിപ്ലവ വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് മാത്രമല്ല, അതേസമയം
ലോകം അംഗീകരിക്കുന്ന സാമ്പത്തിക വിദഗ്ധനുമാണ്. ഇത്തരം രണ്ടു തരം കഴിവുകൾ ഒരുമിച്ച് ചേരുന്ന അപൂർവം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, ആസൂത്രണം എന്ന് പറഞ്ഞാൽ കുറെ വിദഗ്ധന്മാർ ഇരുന്ന് ചെയ്യേണ്ടതല്ല. അദ്ദേഹം വിദഗ്ധനാണ്, ആസൂത്രണത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയും. പക്ഷെ ഞങ്ങളെപ്പോലെ വിദഗ്ധരാണ് ഈ രാജ്യത്തിലെ സാധാരണ ജനങ്ങൾ, പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നവർ. പഞ്ചായത്തുകളിൽ നിന്ന് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അനുഭവ സമ്പത്തിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ആസൂത്രണ സംസ്കാരം വികസിപ്പിച്ചെടുക്കണം. അത് നേതൃത്വം കൊടുത്തത് സഖാവ് EMS ആണ്. സഖാവ് EMSനൊപ്പം EM ശ്രീധരൻ, അനിയേട്ടൻ, ഐസക് ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് 1996 നയനാർ ഗവൺമെന്റിന്റെ കാലത്ത് ലോകത്തിനൊരു പുതിയ മാതൃക ജനകീയ ആസൂത്രണത്തിലൂടെ ഇവിടെ വികസിപ്പിച്ചു കൊണ്ടുവന്നു. സഖാവ് ഐസക് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റുകൾ മാത്രമല്ല, അതിനു മുമ്പ് പ്ലാനിംഗ് ബോർഡ് അംഗം എന്നുള്ള തരത്തിൽ നയനാർ ഗവൺമെന്റിന്റെ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതിൽ പോലും സഖാവ് ഐസക്കിന്റെ സംഭാവന ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പലതലത്തിലെ നേതാക്കന്മാർ എന്തുകൊണ്ട് ഇടതുപക്ഷ ബദലിന് വേണ്ടി വോട്ട് ചെയ്യണം എന്ന രാഷ്ട്രീയമായ വിഷയങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ എന്നും അഭിമാനിക്കാൻ കഴിയുന്ന പത്തനംതിട്ടയുടെ ജനപ്രതിനിധിയായിരിക്കും സഖാവ് തോമസ് ഐസക് തെരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടി ഈ നാടിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ അവർ പാർലമെന്റിൽ എന്തെങ്കിലും ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പാർലമെന്റ് അംഗത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി അത് രൂപപ്പെടുത്തുന്നതിൽ സർഗാത്മകമായി ഇടപെടാൻ കഴിയണം. ജനപക്ഷ രാഷ്ട്രീയ ബോധത്തോടുകൂടി ഇടപെടാൻ കഴിയണം. അതിന് കഴിയുന്ന കരുത്തുറ്റ പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയെയാണ് പത്തനംതിട്ടയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതാ ഇറക്കി വിട്ടിരിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിന്റെ അംഗീകാരം നേടിക്കൊടുത്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയിൽ ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്ക് വർഗീയ വിഷം ഈ രാജ്യത്ത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെയും ആ വർഗീയ ശക്തികളോട് സമരസപ്പെടുന്ന മൃദുവർഗീയ നയസമീപനം, സാമ്പത്തിക നയങ്ങളുടെ കാര്യമെടുത്താൽ BJPയും കോൺഗ്രസും തമ്മിൽ തർക്കമില്ല, ആരാരെ കോപ്പിയടിച്ചു എന്നുള്ള വിഷയമേ ഉള്ളൂ. ഇത് VM സുധീരൻ തന്നെ പറഞ്ഞതാണ്. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സഖാവ് തോമസ് ഐസക്കിന്റെ അഭിമാനകരമായ വിജയം ഈ നാടിന്റെ വിജയമായി തീരും എന്ന ശുഭപ്രതീക്ഷ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് സഖാവ് ഐസക്കിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഇനിയുള്ള നാളുകളിൽ ഒരു നിമിഷം പോലും ഉദാസീനമായി ഉപേക്ഷിക്കാതെ നമ്മുടെ അവസാന തുള്ളി ഊർജം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ സഖാവ് തോമസ് ഐസക്കിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കണം. ചുറ്റിക അരിവാൾ നക്ഷത്രം, കൃഷിക്കാരന്റെ അരിവാൾ, അധ്വാനിക്കുന്നവന്റെ ചുറ്റിക, പുതിയ സമത്വപൂർണമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നത്തെ പ്രതിനിധാനം ചെയ്യുന്ന നക്ഷത്രം. ആ ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്തും മറ്റുള്ളവരുടെ വോട്ടുകൾ നേടിയെടുത്തും നമുക്ക് ഈ നാടിന്റെ വിജയമായി സഖാവ് തോമസ് ഐസക്കിന്റെ വിജയത്തെ മാറ്റാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.